രാത്രി വൈകി വരുന്ന സ്വഭാവം. ഈ പാതിരിക്ക പിശാച് കയറി വന്നത്, അത് ചിലപ്പോൾ അടിച്ച് പൂസായിരിക്കും വന്നത്. പിന്നെ വീട്ടിലെ ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് അന്തിക്കൂട്ടിന് ഭർത്താവ് വീട്ടിൽ വേണമെന്ന്. അത് സന്ധ്യയാവുമ്പോൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് മക്കളും ഭാര്യയും എല്ലാവരും കൂടി ഒരുമിച്ച് വസിക്കുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇത് രാത്രി പാതിരാക്കി കയറി വന്നിട്ട് അടിച്ച് പൂസായി ചീഞ്ഞ മീനും ഒരു 5 കിലോ ചീഞ്ഞ മീനും ഒക്കെ മേടിച്ചുകൊണ്ടൊന്ന് വറുത്ത് പൊരിച്ച് തിന്നുന്ന വല്ലാത്തൊരു കുറേ പിശാചുക്കൾ ഇങ്ങനെയുണ്ട്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. ഈ പിശാചിൽ നിന്ന് മോചനം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റം വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിനൊരു കൃത്യനിഷ്ഠ വേണം. ഒരു 6 മണിയാവുമ്പോൾ എഴുന്നേൽക്കുക, വൈകുന്നേരം സന്ധ്യയാവുമ്പോൾ വീട്ടിൽ വരിക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, വരവ് ചെലവ് കണക്കെഴുതുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത ശൈലി രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നിടത്താണ് സമാധാനവും ശാന്തിയും സൗഖ്യവുമൊക്കെ കിട്ടുന്നത്. കർത്താവേ, ഈ പാതിരാ പിശാചിനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പിശാച് ബന്ധനം കൊണ്ട് ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും അലഞ്ഞു നടന്നും പാതിരയ്ക്ക് വന്ന് കയറുന്ന ഇവരെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ സമാധാനവും ശാന്തിയും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും